സംഭവബഹുലമായ വാർത്തകളുമായി പുറത്തിറങ്ങിയ പത്രത്താളുകൾ അതേപടി സൂക്ഷിച്ചു വയ്ക്കുന്ന പത്തനംതിട്ട സ്വദേശി ജോർജ് കുട്ടിയെ പരിചയപ്പെടാം. ലോകം മുഴുവൻ ചർച്ച ചെയ്ത വലിയ വാർത്തകളുമായി ഇറങ്ങിയ അന്താരാഷ്ട്ര ദേശീയ പത്രങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ളത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ ചരിത്ര ശേഖരത്തെപ്പറ്റി അറിഞ്ഞുവരാം. ടൈറ്റാനിക് ദുരന്തം, ഹിരോഷിമയിലെ ആണവാക്രമണം, ഹിറ്റ്ലറുടെ മരണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടങ്ങി ലോകത്തെ നടുക്കിയതും വിസ്മയിപ്പിച്ചതുമായ വാർത്തകളുമായി അച്ചടിച്ചിറങ്ങിയ പത്രങ്ങളുടെ ഒരു അപൂർവ ശേഖരം തന്നെയുണ്ട് പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിയായ ജോർജ് കുട്ടിയുടെ പക്കൽ. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ടൈറ്റാനിക് കപ്പലിന്റെ തകർച്ച വിളിച്ചോതിയ പത്രം സ്വന്തമാക്കാൻ ജോർജ് കുട്ടിക്ക് ചെലവഴിക്കേണ്ടി വന്നത് 1 ലക്ഷം രൂപയാണ്. എന്നാൽ ജോർജ് കുട്ടിയുടെ ശേഖരത്തിലുള്ള മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ ഉപവാസമനുഷ്ഠിച്ച വാർത്തയുമായി പുറത്തിറങ്ങിയ പത്രത്തിന് 3 ലക്ഷം രൂപ വരെ വില നൽകാൻ ആളുകൾ തയ്യാറായിട്ടുമുണ്ട്. ഗാന്ധിജി നിരാഹാരം സമരം നടത്തി കൽക്കട്ടയിൽ, ആ ഒരു വാർത്ത, അതിന് കേരളഭൂഷണം പത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിന് നല്ല വില എന്നോട് എൻ്റെ ഉടമ കേരളഭൂഷണത്തിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞതാണ്. ഏകദേശം 3 ലക്ഷം രൂപ വരെ അവർ പറഞ്ഞു. ഭാഷാഭേദമന്യേ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും പ്രസിദ്ധീകരണം നിർത്തിയ പല പ്രമുഖ പത്രങ്ങളുടെയും അവസാന എഡിഷനുകളും ജോർജ് കുട്ടി ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നു. വെറും പത്രങ്ങളിൽ മാത്രമല്ല ജോർജ് കുട്ടിയുടെ കൗതുകം അവസാനിക്കുന്നത്. പഴയകാലത്തെ അമൂല്യങ്ങളായ നാണയങ്ങൾ, ഫോട്ടോഗ്രാഫിയുടെ പഴയ ഇടുവയ്പ്പുകളായ വിൻറ്റേജ് ക്യാമറകൾ, ടൈപ്പ് റൈറ്ററുകൾ, ടേപ്പ് റെക്കോർഡറുകൾ തുടങ്ങി ഭൂതകാലത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഒട്ടനവധി വസ്തുക്കളും ഈ വീട്ടിലുണ്ട്. ഇപ്പം തന്നെ നിർത്തിയ 2000-ൻ്റെ നോട്ട് തൊട്ട് നിരോധിച്ച നോട്ട് വരെ, അത് കഴിഞ്ഞിട്ട് നാണയങ്ങൾ, തിരുവിതാംകൂർ, ബ്രിട്ടീഷ് രാജഭരണകാലത്തെ തിരുക്കൊച്ചി നാണയങ്ങൾ, പിന്നെ വിദേശ രാജ്യ നാണയങ്ങൾ, അങ്ങനെ എല്ലാ നാണയങ്ങളും പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട്ടുപകരണങ്ങൾ. ഈ അമൂല്യ ശേഖരങ്ങളെല്ലാം വരും തലമുറയ്ക്കായി ഒരു മ്യൂസിയം ഒരുക്കി അതിൽ സൂക്ഷിക്കണമെന്നാണ് ജോർജ് കുട്ടിയുടെ ആഗ്രഹം. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഈ ചരിത്ര സ്നേഹി. ക്യാമറമാൻ രതീഷ് മൺബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.